ഒരു മജീഷ്യൻ കൂടിയാണ്. ഓടുന്ന തീവണ്ടിയിലെ മജീഷ്യൻ നിങ്ങൾ പേപ്പർ ദ്വാര അറിഞ്ഞിരിക്കും. അദ്ദേഹമാണ് ഇന്ന് ഫയർ എസ്കേപ്പ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അപകടം പിടിച്ച ഒരു പരിപാടിയാണ് ഫയർ എസ്കേപ്പ്. ആ ഭാഗത്തുള്ളവർ കുറച്ച് മാറി നിൽക്കണം. ഫയർ എഞ്ചിൻ കുറച്ച് അടുത്തെടുത്ത് വെച്ചാൽ തിരക്കില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ അന്നേരം വെള്ളം സ്പ്രിങ്കിൾ ചെയ്യണം. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കലാസാധകരായ നല്ലവരായ ആൾക്കാരെ, പ്രിയമുള്ളവരെ, ഈ ജാലവിദ്യ പരിപാടിയുടെ വിജയം കാണികളായ നിങ്ങളുടെ കൈകളിലാണ്. വളരെയേറെ അപകട സാധ്യതയേറിയ ഒരു ജാലവിദ്യയാണ് ഇത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ടും സഹകരിക്കണം. എങ്കിൽ മാത്രമേ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുമായി നിങ്ങൾ കഴിയുന്നതും സഹകരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്നുള്ള എല്ലാ എസ്കേപ്പുകൾക്കും ഹൗറിനി എസ്കേപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ജാലവിദ്യ വളരെയേറെ പുതുമയുള്ള ഒരു ജാലവിദ്യയാണ്. ഇന്ത്യൻ ജാലവിദ്യയിൽ മജീഷ്യൻ എം കൃഷ്ണൻ എന്ന വ്യക്തിയുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടുന്ന ഒരു മഹത്തായ മുഹൂർത്തത്തിന് നിങ്ങൾ ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. വളരെ പുതുമ നിറഞ്ഞ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നിരന്തരമായ പ്രയത്നത്തിലൂടെ മെനഞ്ഞെടുത്ത 2 വർഷത്തോളം തന്റെ കഠിന പ്രയത്നത്തിലൂടെ പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ, മാജിക്കിൽ പുതിയൊരു ഡയമെൻഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കായിരുന്നു നമ്മുടെ മജീഷ്യൻ എം കൃഷ്ണൻ. അദ്ദേഹം ഒരു പ്രൊഫഷണൽ മജീഷ്യൻ അല്ല, മറിച്ച് സദേൺ റെയിൽവേയിലെ TTI ആയി വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു പ്രൊഫഷണൽ മജീഷ്യന്റെ മാജിക് പരിപാടി കാണുന്ന നിലയിൽ ഈ പരിപാടി നിങ്ങളുടെ പരിപൂർണമായ സഹകരണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ മാജിക്കിന്റെ ഒരു പുതിയ അധ്യായം കുറിക്കാൻ വേണ്ടി ഇന്ന് ഈ വേദിയിൽ ഒരു മഹത്തായ മാജിക്കിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ജാലവിദ്യാ പരിപാടി അവതരിപ്പിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും പ്രശസ്ത മാന്ത്രികൻ കൂടിയായ മജീഷ്യൻ എം കൃഷ്ണനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഈ പരിപാടിയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ലോക്കുകളും ചങ്ങലകളും ബോക്സുകളും വ്യക്തമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട DYSP സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DYSP സാറെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
save this love for another day. അടുത്തതായിട്ട് സാറിനെ പരിശോധിപ്പിക്കാൻ ഏൽപ്പിക്കുന്നത് ഒരു ചങ്ങലയാണ്. ഇതൊരു സാധാരണ ചങ്ങല തന്നെയാണോ? ഈ ചങ്ങല ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ ചങ്ങലയ്ക്ക് വല്ല പഴുതുകളോ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം സാറിന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ഓക്കെ സർ? ഓക്കെ. അടുത്തതായിട്ട് സാറിനെ ഈ ബോക്സ് ഒന്ന് പരിശോധിക്കാൻ ഞങ്ങൾ വിനയപ്രസം അഭ്യർത്ഥിക്കുന്നു സർ. ആ ബോക്സിന്റെ എല്ലാ ഭാഗങ്ങളും അടിഭാഗം തികച്ചും ദിസ്വാണ്. You can check that also, sir. Okay, sir?